ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മൗനരാഗം. ഈ അടുത്തിടെയാണ് മൗനരാഗം പരമ്പര അവസാനിച്ചത്. 7 വർഷത്തോളമായി ഏഷ്യനെറ്റിൽ സൂപ്പർ ഹിറ്റായി സംപ്രേഷണം ചെയ്തു വരികയായിരുന്നു മൗനരാഗം. ഈ ഒരു പരമ്പരയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത നടനാണ് നലീഫ് ജിയ. മൗനരാഗത്തിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. താരം തമിഴ്നാട് സ്വദേശിയാണെങ്കിലും മലയാളം ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒട്ടും ആ ഒരു കുറവ് കാണിക്കാതെയാണ് അദ്ദേഹം മൗനരാഗം പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം ആരാധകരുണ്ടാക്കാനും കാരണമായത്. നലീഫിന്റെ വിജയം തന്നെയാണ് അത് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് നലീഫിനുള്ളത്. തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള നലീഫിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് നലീഫ് ഈ പുത്തൻ വിശേഷമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. നലീഫിന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ഏറ്റെടുത്തു. മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് നലീഫ്. ഇപ്പോൾ ഇതാ നലീഫ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുക തന്നെയാണ്. അതുതന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത്. നലീഫ് ജിയ മൗനരാഗം എന്ന പരമ്പരയിൽ നായകനായി എത്തിയ സമയത്ത് മറ്റൊരു പരമ്പരയിലും അഭിനയിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ മൗനരാഗം പരമ്പര അവസാനിച്ചതിൽ പിന്നെ ഇനി മറ്റൊരു പരമ്പരയിലൂടെയും അദ്ദേഹം തിരിച്ചു വരില്ലേ? ഇനി എങ്ങനെയായിരിക്കും നലീഫിനെ നമ്മൾ കാണുക എന്നൊക്കെ തന്നെയായിരുന്നു പ്രേക്ഷകരുടെ പ്രധാന ചോദ്യം. ഇപ്പോൾ ഇതാ അതിനൊരു ഉത്തരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നലീഫ് ജിയ പുതിയൊരു പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെക്കുകയാണ്. ഇനി നലീഫിന്റെ പ്രകടനങ്ങൾ ആ പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് കാണാം. എന്നാൽ പരമ്പര മലയാളത്തിലല്ല എന്ന് മാത്രം. കാതൽ 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 എന്ന് പറയുന്ന പരമ്പര വിജയ് ടിവിയിലാണ് സംപ്രേഷണം ചെയ്യുന്നത്. തമിഴ് പരമ്പരയാണ്. അതിൽ കാതൽ 1-ാം ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുന്നത് നടൻ നലീഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പ്രണയവും ജീവിതവും തന്നെയാണ്. 3 നായകന്മാരാണ് പരമ്പരയിലുള്ളത്. പ്രധാന നായകൻ കാതൽ 1 എന്ന ഭാഗം അവതരിപ്പിക്കുന്ന നലീഫിന്റെ തന്നെയാണ്. താരത്തിന്റെ ഈ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. നിരവധി പേരാണ് നലീഫിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും എത്തിയത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് നലീഫ്. അതുകൊണ്ട് തന്നെയാണ് നലീഫിന്റെ ഈ വിശേഷവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്ത് തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ഒരു നടനായതുകൊണ്ട് തന്നെയാണ് നടന്റെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. അർജുൻ എന്ന കഥാപാത്രത്തെയാണ് കാതൽ 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 എന്ന് പറയുന്ന പരമ്പരയിൽ നലീഫ് അവതരിപ്പിക്കുന്നത്. ഇനി കല്യാണി കിരണില്ല. ഇനി വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കാതൽ കാതൽ എന്ന് പറയുന്ന പരമ്പരയിലൂടെ നടൻ അർജുൻ ആയിട്ടായിരിക്കും മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർ ഉൾപ്പെടെ നലീഫിനെ ഇനി കാണുക. നലീഫിന്റെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചും എത്തിയത്. അങ്ങനെ നലീഫ് ജിയ പുതിയൊരു ജീവിതത്തിലേക്ക്